ഹായ് നമസ്കാരം. അങ്കമാലി ഡയറിയിൽ നിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആട് 2 എന്ന ചിത്രത്തിൻ്റെ ഞാൻ പറയാൻ വിട്ടുപോയ ചില വിശേഷങ്ങളാണ്. ആദ്യ ദിവസത്തെ കളക്ഷൻ കുറച്ച് മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നുള്ളൂ. ആദ്യ ദിവസത്തെ കളക്ഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതിൻ്റെ പ്രകാരത്തിൽ ചിത്രം വലിയ രീതിയിലുള്ള കളക്ഷനാണ് ആഗോളതലത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. 10 കോടി വരെയുള്ള കളക്ഷൻ മാത്രമേ എനിക്ക് കിട്ടിയിരുന്നുള്ളൂ. GCCയിലെ കളക്ഷനും ഒക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് 18 കോടിക്ക് മുകളിലുള്ള ഒരു തുകയാണ് ഈ സിനിമ ആദ്യ ദിനം മാത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. രണ്ടാം ദിനത്തിലെത്തുമ്പോൾ ചിത്രം 40 കോടിക്കടുത്തുള്ള ഒരു തുക നേടിക്കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. 40 കോടിക്ക് അടുത്ത് 2 ദിനങ്ങൾ കൊണ്ട് എത്തുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല. മൂന്നാം ദിനത്തോട് അടുക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ചിത്രം ഒരു കാര്യം നിസ്സംശയം നമുക്ക് കരുതാം, ഈ സിനിമ ബ്ലോക്ക് ബസ്റ്ററിന് മുകളിലേക്കുള്ള യാത്രയാണ്. ഏകദേശം ഒരു 150 കോടിക്കടുത്തുള്ളൊരു തുക ഈ ചിത്രം ലോങ് റണ്ണ് കഴിയുമ്പോൾ നേടാനുള്ള സാധ്യതകളാണ് വഴി തിരിഞ്ഞ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ 200 കോടി എത്തിയാലും അതിശയമില്ല. കാരണം ഇനി വരാനിരിക്കുന്നത് നല്ലൊരു സീസണാണ്. സിനിമാ ആസ്വാദകരെയും സിനിമാ തിയേറ്ററുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്നൊരു സീസണാണ്. വേനലവധി കാലമാണ്. വിഷു, ഈസ്റ്റർ റിലീസുകളുടെ ഒരു വലിയ വിജയ സീസണാണ് ഈ സീസൺ. അതുകൊണ്ട് തന്നെ ചിത്രം വലിയൊരു വിജയത്തിലേക്ക് നീങ്ങുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ ഒരാഴ്ച തന്നെ ചിത്രം ഏകദേശം ഒരു 70 കോടിക്കടുത്തുള്ള കളക്ഷൻ വീക്കെൻഡിൽ തന്നെ നേടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നാളെ ചിത്രം അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ എങ്ങനെ പോലെ ഒരു 60-70 കോടിക്കടുത്തുള്ള തുക നാളേക്ക് ചിത്രം നേടിയെടുക്കാനുള്ള സാധ്യതകൾ കാണുന്നു. 4 ദിവസങ്ങൾ കൊണ്ട് ചിത്രം ഒരു 60-70 കോടിയിലേക്ക് കടന്നു വന്നാലും അതിശയിക്കേണ്ടതില്ല. കാരണം എക്സ്ട്രാ ഷോകൾ കഴിഞ്ഞ ദിവസം തന്നെ, അതായത് ഇപ്പോൾ രണ്ടാം ദിനത്തിൽ എക്സ്ട്രാ ഷോ വന്നിരിക്കുന്നത് 360-70 എക്സ്ട്രാ ഷോകൾ വന്നു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഏതായാലും വലിയ വിജയത്തിലേക്കാണ് ആട് കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. സമ്മിശ്ര പ്രതികരണമാണ് പലയിടങ്ങളിൽ നിന്ന് ചിത്രത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു അഭിപ്രായമാണ്. ചിത്രത്തിൻ്റെ ഹാഫിന് ശേഷം വളരെ എൻഗേജിങ് ആണ് സിനിമ എന്ന് പറയുന്നു. ഏതായാലും കൈപ്പുഴ കുഞ്ഞപ്പനും അറക്കലബുവും അതുപോലെ നമ്മുടെ ക്യാപ്റ്റൻ ക്ലീറ്റസും അതുപോലെ നമ്മുടെ ഡ്യൂഡും അങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. മണിയാശാനെ അനുകരിച്ച് നിൽക്കുന്ന ശശി ആശാനും അതുപോലെ തന്നെ നമ്മുടെ ആടിൻ്റെ കഥാപാത്രങ്ങളായിട്ടുള്ള മെയിൻ ആദ്യ ലോലനായിട്ട് തിരിയുന്ന കഥാപാത്രം ഒക്കെ തന്നെ ഗംഭീരമായിട്ടുള്ള കഥാപാത്രങ്ങൾ, അവരൊക്കെ തന്നെ ഗംഭീരമാവും. അതുപോലെ സാത്താൻ സേവിയറും കഞ്ചാവ് സോമനും ഒക്കെ ഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. ഓരോരുത്തരുടെ മ്യൂസിക്കിനും തിയേറ്ററുകളിൽ വലിയ കയ്യടിയാണ്. ചിത്രം 70 കോടിക്ക് മുകളിലേക്ക് നാളെ എത്തുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കാത്തിരിക്കാം സിനിമയുടെ മുന്നോട്ടുള്ള യാത്ര എന്തായിരിക്കും എന്നൊക്കെ അറിയാനായിട്ട്. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. ഏതായാലും സിനിമ തിയേറ്ററുകൾക്ക് വലിയൊരു ഉത്സവകാലം തന്നെയാണ് ആട് സമ്മാനിച്ചിരിക്കുന്നത് എന്നത് സംശയം.